प्यारे बच्चों, 9वीं कक्षा के हिंदी पाठ भाग में मैं सबको स्वागत करती हूँ। सबसे पहले इकाई एक में पहला पाठ पुल बनी थी माँ नरेंद्र पुंडरिक की कविता है। टीवी वरुण ग्रोवर पटकथा पक्षी और दीमक मुक्तिबोध की कहानी है। टीवी वरुण ग्रोवर की कहानी दोबारा आया है। इसमें चौथा पाठभाग टीवी अतिरिक्त वाचन के लिए है। बाकी तीनों पाठभाग अच्छी तरह से पढ़ना है। इकाई 1 यूनिट 1। इकाई की ओर जाते टाइम सबसे पहले हमें एक हाइकू दिखाई दे रहा है। मैया की आई വൃദ്ധാശ്രം സേ ചിട്ടി കേസേ ഹോ ബേട്ട. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹിന്ദിയിലെ ഹായ്ക്കു എന്നുള്ള കവിതയാണ്. ഹായ്ക്കു കവിതയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ആ ഹായ്ക്കു കവിതയുടെ ആദ്യത്തെ വരിയിൽ 5 അക്ഷരങ്ങളാണ് ഉണ്ടായിരിക്കുക. മയ്യ കി ആയി 5 അക്ഷരങ്ങളാണ് അവിടെ വരുന്നത്. വൃദ്ധാശ്രം സേ ചിട്ടി 7 അക്ഷരങ്ങളാണ് അതിൽ വരുന്നത്. രണ്ടാമത്തെ വരിയിലെ 7 അക്ഷരങ്ങൾ. വീണ്ടും മൂന്നാമത്തെ വരിയിൽ കേസേ ഹോ ബേട്ട 5. അപ്പൊ ടോട്ടൽ 17 അക്ഷരങ്ങളാണ് ഒരു ഹായ്ക്കു കവിതയിൽ വരുന്നത്. വൃദ്ധാശ്രമത്തിലിരിക്കുന്ന അമ്മ മകന്റെ വേണ്ടി ഒരു കത്തയച്ചിരിക്കുകയാണ്. അതിൽ എഴുതിയിരിക്കുകയാണ്, മോനെ സുഖമാണോ? മയ്യ അമ്മ, ആയി വന്നു, വൃദ്ധാശ്രം വൃദ്ധസദനം, ചിട്ടി കത്ത്, कैसे हो बेटा सुखमानो मगने, बेटा मगन. कविता शुरू होने से पहले उसमें एक सवाल दिया गया है इस हाइकू के आधार पर. ഈ ഹായ്ക്കു അനുസരിച്ച് ഒരു ചോദ്യമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത്. വൃദ്ധാശ്രम में रहने वाली माँ किसके बारे में सोचती है. വൃദ്ധാശ്രമത്തിൽ ജീവിക്കുന്ന അമ്മ ആരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? ഉത്തരം, വൃദ്ധാശ്രമത്തിൽ ജീവിക്കുന്ന അമ്മ സ്വാഭാവികമായും തന്റെ മകനായെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. കാരണം നമുക്ക് ഈ ഹായ്ക്കുവില് അമ്മ കത്തയച്ചിരിക്കുന്നത് മകനാണ്. അതിൽ മകനോട് ചോദിക്കുന്നുണ്ട് സുഖമല്ലേ മോനെ എന്നുള്ളത്. സോ യഹാ ഉത്തർ ക്യാ ഹെ? വൃദ്ധാശ്രम में रहने वाली माँ अपने बेटे के बारे में सोचती है. बच्चों, 9वीं कक्षा के पाठभाग में सबसे पहले हमें एक कविता मिली है. कविता माँ के बारे में कहा गया है. उसके पहले मैं आपको माँ के बारे में कुछ बातें बताना चाहती हूँ. माँ वह है जो हमें जन्म देती है. यही कारण है कि संसार में हर जीवनदायिनी वस्तु को माँ की संज्ञा दी गई है. यदि हमारे जीवन के शुरुआती समय में कोई हमारे सुख दुख में हमारा साथी होता है तो वह हमारी माँ ही होती है. माँ हमें कभी इस बात का एहसास नहीं होने देती कि संकट की घड़ी में हम अकेले हैं. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കവിതാഭാഗത്തിലേക്ക് കടക്കുകയാണ്. പുൽ ബനി ഥി മാം, അമ്മ പാലമായിരുന്നു. നരേന്ദ്ര പുണ്ടരിക് എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് പുൽ ബനി ഥി മാം. അമ്മ എങ്ങനെയെല്ലാമാണ് മക്കളെ സംരക്ഷിച്ചിരുന്നത് എന്ന് നമുക്ക് ഈ കവിതയിലൂടെ നോക്കാം. പുൽ ബ്രിഡ്ജ് പാലം, മാം മദർ അമ്മ പാലമായിരുന്നു. कवि नरेंद्र पुंडरिक का परिचय. 15 जनवरी 1958 को उत्तर प्रदेश के बांदा में जन्म. समकालीन हिंदी कविता के महत्वपूर्ण कवियों में से एक. आलोचना एवं संपादन के क्षेत्र में सक्रिय. प्रमुख कविता संकलन नंगे पाव का रास्ता, सातों आकाशों की लाडली, इन्हें देखने दो इतनी सी दुनिया,
इस पृथ्वी की विराटता में. കവി നരേന്ദ്ര പുണ്ടരിക്കിന്റെ ജനനം ജനുവരി 15, 1958 ഉത്തർപ്രദേശിലെ ബാന്ദ എന്നുള്ള സ്ഥലത്തായിരുന്നു. ആധുനിക ഹിന്ദി കവികളിൽ വളരെ പ്രമുഖനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. നിരൂപണം, പ്രസാധനം എന്നീ മേഖലയിൽ സജീവ സാന്നിധ്യം. പ്രമുഖ കവിതാ സംഗ്രഹം നംഗേ പാവ് കാ രാസ്ത, സാത്തോ ആകാശോं की लाडली, इन्हें देखने दो इतनी सी दुनिया, इस पृथ्वी की विराटता में. ഇതെല്ലാം പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങളാണ്. പുൽ ബനി ഥി മാം കവിത. ആദ്യമായി ഞാൻ അമ്മയെ കുറിച്ച് പറയുകയാണ്. സ്നേഹവും സംരക്ഷണവും ധാരാളം നൽകി തന്റെ മക്കളെ വളർത്തിയ അമ്മ പ്രായമാകുമ്പോൾ ആ മക്കളുടെ സംരക്ഷണത്തിലായിത്തീരുന്നു. എന്നാൽ അമ്മ താൻ മക്കൾക്ക് ഭാരമാകരുതെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ അമ്മ നഷ്ടപ്പെടുമ്പോൾ നിരാശ്രരായിത്തീരുന്ന മക്കളെയും കുറിച്ചാണ് ഈ കവിത. ഹം ബായിയോം കെ ബീച്ച് പുൽ ബനി ഥി മാം. ഞങ്ങൾ സഹോദരന്മാർക്കിടയിൽ പാലമായിരുന്നു അമ്മ. ബായിയോം ബ്രദേഴ്സ്, സഹോദരന്മാർ. ബീച്ച് ഇടയിൽ, ബിറ്റ്വീൻ. പുൽ ബനി ഥി മാം അമ്മ പാലമായിരുന്നു. ജിസ്മേം ആയേ ദിൻ ദൗഡ്തി രഹതി ഥി ബേദടക്ക്. എപ്പോഴും അതിലൂടെ. ദൗഡ്തി രഹതി ഥി അമ്മ എല്ലായ്പ്പോഴും തടസ്സമില്ലാതെ ഓടിക്കൊണ്ടിരുന്നു. ദൗഡ്തി ഥി ഓടിക്കൊണ്ടിരുന്നു. ബേദടക്ക് തടസ്സമില്ലാതെ, ഭയമില്ലാതെ, പേടിയില്ലാതെ. ബിനാ കിസി ഹരി ലാൽ ബത്തി കെ. ബിനാ കിസി ഹരി ലാൽ ബത്തി കെ. ബിന എന്ന് പറഞ്ഞാൽ ഇല്ലാതെ. ഹരി അവരുടെ ജീവിതത്തിൽ ഒരിക്കലും. ഹരി ലാൽ ബത്തി. ഹരി പറഞ്ഞാൽ പച്ച, ലാൽ ചുവപ്പ്, ബത്തി പ്രകാശം. ചുവപ്പോ പച്ചയോ നിറത്തിലുള്ള പ്രകാശമില്ലാതെ. ഹം ലോഗോं की ചുക് ചുക് ചക് ചക്. ഞങ്ങളുടെ ജീവിതം ഒരു തീവണ്ടിക്ക് തുല്യമായി ഓടി നാളുകൾ നീങ്ങിയിരുന്നു. അമ്മ മക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ട്രെയിന് അല്പസമയം നിർത്തണമെന്നുണ്ടെങ്കിൽ അതില് ചുവന്ന ലൈറ്റ് നിർത്തിക്കഴിഞ്ഞാൽ ആ വണ്ടിക്ക് കുറച്ചു നേരം നിന്ന് റെസ്റ്റ് എടുക്കാം. എന്നാൽ അമ്മയുടെ ജീവിതത്തിൽ വിശ്രമിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. മക്കൾക്കു വേണ്ടി അമ്മ ഓടിക്കൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. പിതാ കെ ബാദ് ഹം ഭായിയോं के बीच പുൽ ബനി മാം. ഒരു ദിവസം പെട്ടെന്ന് അച്ഛന്റെ മരണശേഷം. പിതാക്കെ ബാദ്, പിതാക്കെ ബാദ് എന്ന് പറഞ്ഞാൽ പിതാക്കി മൃത്യു കെ ബാദ്, അച്ഛന്റെ മരണശേഷം. ഹം ഭായിയോं के बीच പുൽ ബനി മാം. ഞങ്ങളെ സംരക്ഷിച്ചു വന്നിരുന്നത് അമ്മയായിരുന്നു. അച്ചാനക് നെഹി ടൂട്ടി. അച്ചാനക് പെട്ടെന്ന്. പെട്ടെന്നൊന്നും അങ്ങനെ തകർന്നില്ല. ധീരെ ധീരെ ടൂട്ട് തീരഹി. പതുക്കെ പതുക്കെ അമ്മ തകർന്നുകൊണ്ടിരുന്നു. അമ്മ മാനസികമായും ശാരീരികമായും അച്ഛന്റെ മരണശേഷം അമ്മ തകർന്നുകൊണ്ടേയിരുന്നു. ഹം ദേഖത്തെ രഹേ. ഞങ്ങൾ അത് കണ്ടുകൊണ്ടിരുന്നു. മക്കളായ ഞങ്ങൾ അത് കണ്ടുകൊണ്ടിരുന്നു. അവർ മാൻതേ രഹേ കി ബുഡാ രഹി ഹേ മാം. ഞങ്ങൾ വിചാരിച്ചു അമ്മ വൃദ്ധയായിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. ബുഡാ രഹി ഹേ. ബുഡാ രഹി ഹേ ബിക്കെയിം ഓൾഡ്, വയസ്സാവുക. അമ്മയ്ക്ക് പ്രായമായി എന്ന് ഞങ്ങൾ വിചാരിച്ചു. മാൻതേ രഹേ, മാന്ന വിചാരിക്കുക. മാക്കെ ബാർ ബാർ കഹനേക്കോ ഹം മാൻകർ ചൽത്തേ രഹേ. അമ്മ പറയുന്നത് കേട്ടുകൊണ്ട് ഞങ്ങൾ അനുസരിച്ചു ജീവിച്ചു. മാൻകർ അനുസരിക്കുക, ഒബേ. ഉസ്കെ ബൂഡേ ഹോനെ കി ആദത്ത്. അമ്മയ്ക്ക് വൃദ്ധയായി, അതുകൊണ്ടാണ് അമ്മ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവൂർ ആദത്ത്, ശീലം, വീണ്ടും വീണ്ടും പറയുന്ന ശീലം, വയസ്സായാൽ ഉണ്ടാകുന്ന ആ ശീലം. അപ്നി ഹർ ആവാസ് മേ ധീരെ ധീരെ ടൂട്ട് തീരഹി മാം. അങ്ങനെ അമ്മയുടെ ശബ്ദം പോലും പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരുന്നു. ആ മാറ്റം ഞങ്ങൾ മക്കൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. ഹാത്തോ ഹാത്ത് രഹത്തി മാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഏക് ദിൻ ഹമാരെ കന്തോ മേ ആ ഗയി മാ. ഞങ്ങളുടെ തോളിലായി അമ്മ. അതായത് അമ്മക്ക് അസുഖം വന്ന് അമ്മ മക്കൾക്കൊരു ഭാരമായി. ധീരെ ധീരെ മെഹസൂസ് കർണേ ലഗേ ഹം. പതുക്കെ പതുക്കെ ഞങ്ങൾ മനസ്സിലാക്കി. അപ്നെ വൃഷഭ് കന്തോ മേ മാ കാ ബാരി ഹോന. അമ്മ അസുഖം വന്ന്
കിടപ്പിലായി. ഞങ്ങളുടെ ശക്തമായ തോളുകൾ കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അമ്മയെ നോക്കി. വൃഷഭ് കന്ത ശക്തമായ തോളുകൾ. ഭാരി ഹോന അസുഖം വരിക, കിടപ്പിലാവുക. ധീരെ ധീരെ പതുക്കെ പതുക്കെ. മെഹസൂസ് കർണ വിചാരിക്കുക. അപ്പോൾ അമ്മ പതുക്കെ പതുക്കെ വാർദ്ധക്യാവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ആ അമ്മ അസുഖം വന്ന് കിടപ്പിലായി. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ, മക്കളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ അമ്മയെ നോക്കാൻ തീരുമാനിച്ചു. ഈ കവിതയുടെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സ്വന്തം അമ്മയെ സംരക്ഷിക്കുക എന്നുള്ളത് ഏതൊരു മക്കളുടെയും കർത്തവ്യമാണ്.